അവസ്ഥ ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് എല്ലാവർക്കും പ്രതികൂലമാണ്. വിശ്വാസത്തിൽ ചാലിച്ച് ചൂഷകവർഗം വിലസുമ്പോൾ വളരെ ആവേശം തോന്നി. മഴത്തുള്ളികളുടെ എത്ര ശക്തമായിട്ടാണോ വീഴുന്നത് അതിനേക്കാൾ ശക്തമായിട്ടാണ് മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ ഈ വിഷയത്തിനെതിരെയുള്ള ശക്തമായ സ്ലോഗനുകളൊക്കെ മുഴക്കിയിട്ടാണ് ഈ പ്രവർത്തകരൊക്കെ പോകുന്നുണ്ട്. ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകളുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നാടായി നമ്മുടെ കേരളം മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഫാസിസം അരങ്ങുവാഴുന്ന നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിലെ യുവാക്കളെ അവരുടെ ബോധം കെടുത്തുക എന്നത് ഒരു രാഷ്ട്രീയ അജണ്ട കൂടിയാണ്.